നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിള്ളലേൽപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം പുറത്തു വന്നത്. എന്നാൽ ഈ ഒരു പ്രഖ്യാപനം അത് വെറുമൊരു സമാധാന ശ്രമമായിട്ടല്ല, മറിച്ച് അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക തന്ത്രമായിട്ടാണ് ഇറാൻ വിലയിരുത്തുന്നത്. യുദ്ധക്കളത്തിൽ നേരിടുന്ന തിരിച്ചടികളിൽ നിന്ന് താൽക്കാലികമായിട്ട് മുഖം രക്ഷിക്കാനും തകർന്നടിഞ്ഞ സൈനിക വ്യൂഹങ്ങളെയൊക്കെ തന്നെ പുനഃസംഘടിപ്പിക്കാനും ശൂന്യമായ ആയുധപ്പുരകളൊക്കെ തന്നെ നിറയ്ക്കാനുമുള്ള ഒരു ചെറിയ ഇടവേള മാത്രമായിട്ടാണ് ടെഹ്റാൻ ഇതിനെ കാണുന്നത്. ഒരു യുദ്ധവിരാമത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നതിലൂടെ ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തടയിടാൻ കഴിയുമെന്ന് വാഷിങ്ടൺ കണക്ക് കൂട്ടിയെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ ഇപ്പോഴും അതീവ സങ്കീർണമായി തന്നെ തുടരുകയാണ്. വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം യുദ്ധത്തിൻ്റെ തീവ്രത കുറച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പുതിയൊരു ഘട്ടത്തിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. മറുപടിയായിട്ട് ഇറാൻ നിരന്തരം മിസൈലുകളൊക്കെ തന്നെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് ആഗോള ശക്തികളുടെ ആധിപത്യത്തിനായിട്ടുള്ള വടംവലിയായിട്ട് മാറിയിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് സൈനികമായിട്ടുള്ള മേധാവിത്വം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാൻ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഏതാണ്ട് 90ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങളെ വഹിക്കാനായിട്ട് ശേഷിയുള്ള ഈ ഒരു കൂറ്റൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ അമേരിക്കയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത്രയും വലിയൊരു യുദ്ധസന്നാഹത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്ക് താങ്ങാനാവുന്നതിലുമൊക്കെ തന്നെ അപ്പുറമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അവർ അതീവ ജാഗ്രതയിലാണ്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ പേർഷ്യൻ ഉൾക്കടലിന് പുറത്ത്, അതായത് ഗൾഫ് ഓഫ് ഒമാനിലും അതുപോലെ തന്നെ തെക്കൻ അറബിക്കടലിലുമായിട്ട് സുരക്ഷിതമായിട്ടുള്ള അകലം പാലിച്ചാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാൻ്റെ മിസൈൽ പ്രഹര പരിധിക്കുള്ളിൽ തന്നെയാണ് കപ്പലെങ്കിലും ഇതിന് ചുറ്റുമുള്ള 3 ഡിസ്ട്രോയർ കപ്പലുകൾ ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രോണുകൾ, വിമാനങ്ങൾ, അതുപോലെ തന്നെ മിസൈലുകൾ എന്നിവയൊക്കെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനായിട്ട് ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ കപ്പലുകൾക്കുണ്ട്. എബ്രഹാം ലിങ്കണ് നേരെ നടന്ന ആക്രമണ ശ്രമങ്ങളെയൊക്കെ തന്നെ തങ്ങൾ വിജയകരമായിട്ട് പ്രതിരോധിച്ചുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണ ഭീഷണി ഒട്ടും ഒഴിഞ്ഞു പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വ്യോമയുദ്ധത്തിൽ അമേരിക്കയുടെ അഹങ്കാരമായിട്ട് കരുതപ്പെടുന്ന F-Series വിമാനങ്ങളെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ വലിയ രീതിയിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അമേരിക്കയുടെ FA വിഭാഗത്തിലൊക്കെ തന്നെ പെട്ട വിമാനങ്ങളെ തകർത്തതായിട്ടും അവയ്ക്ക് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചതായിട്ടും വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അത് ഇറാൻ്റെ പ്രസ് TV പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെയൊക്കെ തന്നെ സ്ഥിരീകരിക്കാനായിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ തയ്യാറായിട്ടില്ല. യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുന്നത് തങ്ങളുടെ സൈനിക വീര്യത്തിന് മങ്ങലേൽപ്പിക്കും എന്നതുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ മറച്ചുവെക്കാനാണ് പാശ്ചാത്യ ശക്തികളൊക്കെ തന്നെ ശ്രമിക്കുന്നത്. ഇറാൻ്റെ ഊർജ്ജ നിലയങ്ങളൊക്കെ തന്നെ ആക്രമിക്കുമെന്ന 48 മണിക്കൂർ നീണ്ട അന്ത്യശാസനത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ ഒരു പിന്മാറ്റം അത് ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷിയെ ഭയന്നിട്ടാണോ അതോ കൂടുതൽ വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാനാണോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. എങ്കിലും ഇതിന് പിന്നാലെ മേഖലയിൽ പുതിയൊരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം ഇസ്രായേലിന് പുറമെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. സമാധാന ചർച്ചകളൊക്കെ തന്നെ തകൃതിയായിട്ട് നടക്കുമ്പോഴും ഇസ്രായേലിന് നേരെ 100 കണക്കിന് മിസൈലുകൾ അയച്ചതായിട്ട് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇറാൻ്റെ മിസൈൽ ശേഖരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുന്ന പുതിയ വീഡിയോകൾ പോലും പുറത്തു വന്നു കഴിഞ്ഞു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണിത് എന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് അത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഭൂഗർഭ താവളങ്ങളിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ്റെ മിസൈൽ കരുത്ത് ഇപ്പോഴും ഭദ്രമാണെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇറാൻ്റെ മിസൈൽ ശേഷി തകർത്തുവെന്ന നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും അവകാശവാദങ്ങളൊക്കെ തന്നെ വെറും പൊള്ളയാണെന്ന് ഇതോടെ ഇപ്പോൾ തെളിയുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഏരിയൽ സുപ്പീരിയോറിറ്റി അഥവാ ആകാശ മേധാവിത്വം നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിലായാലും ആദ്യം ഉപയോഗിക്കപ്പെട്ടതൊക്കെ തന്നെ വ്യോമാക്രമണങ്ങളാണ്. കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തന്നെ തകർക്കുക എന്നതാണ് ഈ അത്യാധുനിക യുദ്ധമുറ.
ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷവും പ്രധാനമായിട്ടും ആകാശമാർഗമുള്ള പോരാട്ടമായിട്ടാണ് മാറുന്നത്. ഇവിടെ മിസൈലുകളും ഡ്രോണുകളുമാണ് പ്രധാന ആയുധങ്ങൾ. ഇറാൻ്റെ വ്യോമസേന അമേരിക്കയോടോ ഇസ്രയേലിനോടോ കിടപിടിക്കത്തക്ക വിധം ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു വാസ്തവമാണ്. വിമാനങ്ങളൊക്കെ തന്നെ എളുപ്പത്തിൽ റഡാറുകളിൽ പതിയാൻ സാധ്യതയുള്ളതിനാലും അവ ഒളിപ്പിച്ചു വയ്ക്കാനായിട്ട് പ്രയാസമായതിനാലും വ്യോമസേനയെ പരിഷ്കരിക്കുന്നതിന് ഇറാൻ വലിയ മുൻഗണന നൽകിയിട്ടില്ല. പകരം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മിസൈൽ സാങ്കേതിക വിദ്യയിലാണ്. വിമാനങ്ങൾ ഹാങ്ങറുകളിലൊക്കെ കിടക്കുമ്പോൾ തന്നെ തകർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നതിനാൽ തന്നെ മലയിടുക്കുകളിലും ഗുഹകളിലുമൊക്കെ തന്നെ തുരങ്കങ്ങളിലും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇറാൻ്റെ കരുത്തെന്ന് പറയുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാൻ്റെ മിസൈൽ സംഭരണശാലകളെ മിസൈൽ നഗരങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറാൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഒരുപാട് പർവ്വതങ്ങളും അതോടൊപ്പം തന്നെ ഗുഹകളും ഉള്ളതിനാൽ തന്നെ അവയ്ക്കിടയിൽ ആയുധങ്ങൾ ഒളിപ്പിക്കുന്നത് വളരെ എളുപ്പവുമാണ്. അമേരിക്കൻ ചാരക്കണ്ണുകൾക്ക് ഇവയുടെയൊക്കെ തന്നെ കവാടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെങ്കിലും മലകൾക്കുള്ളിലെ ആഴത്തിലുള്ള തുരങ്കങ്ങളെ തകർക്കാനായിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും പലപ്പോഴും സാധിക്കാറില്ല. ആ വഴിയിലൂടെ ആക്രമണം ഉണ്ടായാൽ മറ്റൊരു വഴിയിലൂടെ മിസൈലുകൾ പുറത്തെത്തിക്കാനായിട്ട് കഴിയുന്ന എക്സിറ്റ് റൂട്ടുകൾ ഇവർ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ യുദ്ധതന്ത്രം വളരെ വ്യത്യസ്തവും പ്ലാൻ ചെയ്തതുമാണ്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ പ്രയോഗിച്ചതാകട്ടെ താരതമ്യേന പ്രകടനശേഷി കുറഞ്ഞതും വില കുറഞ്ഞതുമായിട്ടുള്ള പഴയ മിസൈലുകളാണ്. ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പരീക്ഷിക്കാനായിട്ടാണ് ഇത് അവർ ഉപയോഗിച്ചത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കോടിക്കണക്കിന് രൂപ വില വരുന്ന താഡ് അതോടൊപ്പം തന്നെ പേട്രിയറ്റ് സിസ്റ്റങ്ങൾ ഇത്തരം ചെറിയ മിസൈലുകളെ തകർക്കാൻ വൻതോതിൽ പണം ചിലവഴിക്കേണ്ടി വന്നു. ശത്രുവിൻ്റെ ആയുധ ശേഖരത്തെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശേഷിയെയും തളർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. യുദ്ധം ഇപ്പോൾ 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ തന്നെ പുറത്തെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ശബ്ദാതിവേഗ മിസൈലുകളും കൂടുതൽ പ്രകടനശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി ഇസ്രയേലിനുള്ളിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെയൊക്കെ തന്നെ തോത് വർദ്ധിച്ചിരിക്കുകയാണ്. ആദ്യ ആഴ്ചകളേക്കാൾ വലിയ ആഘാതമാണ് ഇപ്പോൾ ഇസ്രയേലിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. മികച്ച ആയുധങ്ങൾ ഏറ്റവും ഒടുവിൽ മാത്രം പുറത്തെടുക്കുക എന്ന തന്ത്രം ഇറാൻ ഇവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇറാൻ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം കുറച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ജിദ്ദ, റിയാദ്, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലേക്കുള്ള മിസൈൽ ആക്രമണങ്ങളുടെ തീവ്രത കഴിഞ്ഞ ആഴ്ചയുമായിട്ട് നോക്കുമ്പോൾ താരതമ്യേന ചെയ്യുമ്പോൾ കുറവാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഇറാൻ്റെ ശ്രദ്ധ നേരിട്ട് ഇസ്രയേലിനും അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്കും എതിരെയാണ്. യുദ്ധം ഏത് നിമിഷവും വിപുലീകരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. അമേരിക്ക വെടിനിർത്തലിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും നിന്നിട്ടില്ല. സൈനികപരമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് മുൻപുള്ള ശാന്തതയായിട്ടും ഇതിനെ കാണാൻ സാധിക്കും. എന്നാൽ ഇറാൻ ഇപ്പോൾ കാണിക്കുന്നതാകട്ടെ തങ്ങളുടെ ആയുധശേഖരം ഇനിയും ബാക്കിയാണെന്നും ഏത് വലിയ യുദ്ധത്തെയും നേരിടാനായിട്ട് തങ്ങൾ സുസജ്ജമാണെന്നുമാണ്. പശ്ചിമേഷ്യയിൽ ഒരു സമാധാന അന്തരീക്ഷം നിലവിൽ വരുമെന്ന് കരുതുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിമോഹമായിരിക്കും. ശക്തി തെളിയിക്കാനുള്ള 2 വിഭാഗങ്ങളുടെയും ശ്രമങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അവിടെ ദുസ്സഹമാവുകയാണ്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ പ്രസ്താവനയിലൂടെ രൂപപ്പെട്ട യുദ്ധവിരാമ പ്രതീതി അത് വെറും താൽക്കാലികം മാത്രമാണ്. ഇറാൻ്റെ മിസൈൽ നഗരങ്ങൾ സജീവമായിട്ട് തന്നെ തുടരുകയാണ്. കടലിലും അതോടൊപ്പം തന്നെ ആകാശത്തും ഒളിഞ്ഞും തെളിഞ്ഞും പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശകാര്യ വിദഗ്ധരുടെ വിലയിരുത്തലൊക്കെ തന്നെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തിരിച്ചടികൾക്ക് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കും. ആയുധബലവും യുദ്ധതന്ത്രങ്ങളും മാറ്റുരയ്ക്കുന്ന ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എങ്കിലും മേഖലയിലെ അസ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.